ഹലോ. ഇന്നൊരു മൂഡില്ല, ഇനി നാളെ ആയാലോ? നമ്മൾ എപ്പോഴേലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നാളെ നാളെ നീളെ നീളെ. ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്. സ്റ്റുഡൻറ്റ് പീരീഡിൽ സ്റ്റഡി ലീവ് ടൈമിലാണ് എല്ലാം ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അമ്മ എന്നെ കളിയാക്കും, നേരത്തെ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ വല്ല IPSനോ IASനോ അഡ്മിഷൻ കിട്ടിയേനെന്ന്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് IAS സെലക്ഷൻ അല്ല, പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ മാറ്റിവെക്കൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗംഗ മനീഷ് അറ്റ് സ്കൈ ഹോക്ക്. ചെയ്യാനുള്ള പല കാര്യങ്ങളും നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുന്നു. ഫൈനലി അതിൻ്റെ ഡെഡ് ലൈൻ ആകുന്നതിന് മുമ്പ് ഹറി ബറിയായിട്ട് നമ്മൾ ചെയ്തു തീർക്കുന്നു. എന്നാൽ അതിൻ്റെ ഔട്ട്കമോ വളരെ നെഗറ്റീവായിരിക്കാം. നമ്മുടെ സകല മേഖലകളിലും ഇത് ആപ്ലിക്കബിളാണ്. ഹെൽത്ത്, വെൽത്ത്, വർക്ക് എല്ലാ മേഖലകളും നമ്മൾ ഈ പ്രൊക്രാസ്റ്റിനേഷൻ നടത്തുന്നു. പ്രൊക്രാസ്റ്റിനേഷൻ തന്നെയാണോ ലേസിനെസ്? മടിയും മാറ്റിവെക്കലും ഒന്നാണോ? അല്ല. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നു. ഡിലേ ആണെങ്കിലും ഫൈനലി ആ ഡെഡ് ലൈനിന് മുമ്പ് നമ്മളത് ചെയ്ത് തീർക്കുന്നു. ലേസിനെസ്സോ മൈൻഡിൻ്റെ ഒരു ഇനാക്റ്റീവ് മോഡാണ്. നമുക്കതിലൊന്നും താല്പര്യമില്ല, നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളയും, നമ്മൾ ചെയ്യുന്നതേയില്ല. അതാണ് ലേസിനെസ്. രണ്ടും ഡിഫറൻ്റാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഹാബിറ്റാണ്. കുറേ കാലങ്ങളായിട്ട് നീട്ടി വെച്ച് നമ്മൾ അതൊരു ഹാബിറ്റിലേക്ക് ചെന്ന് ചാടുന്നു. സോ ഒറ്റ ദിവസം കൊണ്ട് ആ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പ്രൊക്രാസ്റ്റിനേഷനിലൂടെ കടന്നു പോകുന്നവരാണോ? നിങ്ങൾക്ക് മാറ്റണ്ടേ? നമുക്കൊന്ന് നോക്കിയാലോ. ഹൗ ടു സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേഷൻ. പല തരത്തിലുള്ള പ്രൊക്രാസ്റ്റിനേഷനും ഉണ്ട് നമ്മുടെ ഇടയിൽ. ഫസ്റ്റ് വൺ, സ്റ്റുഡൻസിനുണ്ടാകുന്നൊരു പ്രൊക്രാസ്റ്റിനേഷനാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് അവർ പഠിക്കാതെ മാറ്റിവെക്കും. എന്നെ തന്നെ സംബന്ധിച്ചിട്ട് ഹിസ്റ്ററി എന്ന സബ്ജക്റ്റ് ഞാൻ വെറുക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അത് പഠിക്കാതെ നമ്മുടെ സ്റ്റഡി ലീവിൻ്റെ ടൈമിൽ കുത്തിയിരുന്ന് പഠിക്കും. പക്ഷേ ഔട്ട്കം വളരെ പുവറായിരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണ്ടേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ്ലി നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ടു ഡു ലിസ്റ്റ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഏറ്റവും പാടുള്ള ഹിസ്റ്ററി എടുക്കുക. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റർ എടുക്കുക. അതിൽ എത്ര പേജ് ഉണ്ടെന്ന് നോക്കുക. 10 പേജസ് ആണെങ്കിൽ 3 പേജസ് ഇന്ന് പഠിക്കുക. പഠിച്ചു കഴിയുമ്പം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ 25 മിനിറ്റ്സ് പഠിക്കുക. ഒരു 5 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് എടുക്കുക. അങ്ങനെ ആ 3 പേജസ്, ഒത്തിരി പേജസ് ഒന്നുമില്ല, നമ്മൾ ആ ബുക്ക് ഫുൾ നോക്കിയിട്ട് ടെൻഷൻ അടിക്കാതെ അതിനെ ചെറിയ പേജസ് ആക്കി ചെറിയ വർക്ക് ആക്കുമ്പോൾ നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ നമ്മളത് പഠിക്കുക, നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഗംഗ, യു ഡിഡ് ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെ അത് പഠിച്ചു കഴിയുമ്പോൾ അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് സബ്ജക്റ്റ്, അങ്ങനെ ഓരോ സബ്ജക്റ്റും പഠിക്കുക. അങ്ങനത്തെ അന്നത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും, നമ്മൾ ഇത്രയും ചെയ്തല്ലോ. അങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്ത് ഹിസ്റ്ററി ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. അന്നിങ്ങനെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ IAS ആയേനെയായിരുന്നു. എന്ത് ചെയ്യാം. ചിലർക്കാണെങ്കിലോ ജോലിയിലാണ് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് ആ ഇഷ്ടമില്ലാത്ത ജോലിയാകുമ്പോൾ അവരത് പോസ്റ്റ്പോൺ ചെയ്യും. എൻ്റെ കാര്യം തന്നെ പറയാം. എന്നോട് എൻ്റെ സുപ്പീരിയർ ഒരു ഫയൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞ് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അത് കൈവച്ച് വരച്ചെല്ലാം റെഡിയാക്കി ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റത്തിലും ചെയ്യാം. സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. പക്ഷേ അത് മടിച്ച് ഞാനത് മടിച്ചിരുന്നു. കാരണം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. എനിക്ക് എക്സൽ അറിയത്തില്ല. പിന്നെ ഞാൻ എക്സൽ പോയി പഠിച്ച ശേഷം ഞാനത് പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്തു. അത് ഈസി ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഡിസ്കവർ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ കോഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പെർട്ടൈസിൻ്റെ ഹെൽപ്പ് വേണോ, ചെയ്യണം. അങ്ങനെ ചെയ്ത് അതിനെ മാനേജ് ചെയ്യണം. ചിലർക്കാണെങ്കിലോ സ്റ്റാർട്ടിങ് ട്രബിളാണ്. തുടക്കമാണ് പ്രശ്നം. തുടങ്ങിക്കഴിഞ്ഞാൽ അവർ സൂപ്പറാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? 5 മിനിറ്റ്സ് റൂൾ ചെയ്യണം. 5 മിനിറ്റ്സ് അതിന് വേണ്ടി മാത്രം, 5 മിനിറ്റത്തേക്ക് മാത്രം ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അക്സസറീസും, ഇപ്പോൾ ഒരു ഡ്രോയിങ് ആണെങ്കിൽ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തിരിക്കണം. അല്ലാതെ പകുതി സാധനം എടുത്തിട്ട് അടുത്ത പേന എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നത്. എന്നാൽ പിന്നെ അടങ്ങി പേനയൊക്കെ തപ്പിപ്പിടിച്ച് എപ്പോഴാണ്. അതുകൊണ്ട് എല്ലാ അക്സസറീസും എടുത്ത ശേഷം അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. 5 മിനിറ്റ്സ് എങ്കിലും ടൈം നോക്കിയിരിക്കുക. ഇരുന്നോ, നിങ്ങൾ അടിപൊളിയായിട്ട് ഫുൾ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ലോജിക്. അടുത്തത് നെഗറ്റീവ് പീപ്പിൾസാണ്. നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ഈ നെഗറ്റീവ് ആൾക്കാർ വന്നിട്ട് പറയും, നിങ്ങളതൊക്കെ നോക്കിയിട്ടാണോ ഇങ്ങനത്തെ ഡീമെറിറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിനെന്ന്. ടെൻഷൻ അടിച്ച് തുടങ്ങാതിരുന്ന നമ്മൾ എന്നാൽ ഇത് വേണ്ട, ഇതിപ്പോഴത്തേന് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യം ഡു ഇറ്റ് നൗ. ആൻഡ് ഈ നെഗറ്റീവ് പീപ്പിൾസിനെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിവെക്കുക. പോസിറ്റീവായിട്ടുള്ള അതിൻ്റെ പോസിറ്റീവ് മെറിറ്റ്സ് ഒക്കെ പറയുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ സഹകരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രോജക്റ്റ് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു ടൈപ്പ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ.
അത് ഏറ്റവും കൂടുതലുള്ളത് എനിക്കാണ്, എല്ലാം എനിക്കാണ്. 9 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ 8:45 വരെ ഇവിടെ ലാസി അടിച്ച് നടക്കും. 8:45 കഴിയുമ്പോഴത്തേന് ഹറിബറിയാണ്, ഓട്ടമാണ്. എല്ലാം ചെയ്ത് കുളിച്ച് ഡ്രസ്സ് ഇട്ട് എല്ലാം ചെയ്ത് 9 മണിയാകുമ്പോഴത്തേന് റൂം പൂട്ടിയിട്ട് പോകണം. കീ കാണത്തില്ല മിക്കവാറും കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ ID കാർഡ് എടുക്കത്തില്ല, ഫയൽസ് മിസ്സിങ് ആയിരിക്കും, ചിലപ്പോൾ പെൻ എടുക്കത്തില്ല. അങ്ങനെ 100 മറവിയായിരിക്കും. പിന്നെ അവിടെ ചെല്ലുമ്പോഴും ഹറിബറിയായിട്ട് നമുക്ക് ചെല്ലേണ്ടി വരും. സോ നമ്മളൊരു ഡെഡ് ലൈൻ വെക്കുക, 8:30-ക്കകം നമ്മൾ ഒരുങ്ങി എല്ലാം സെറ്റായിട്ടിരിക്കുക. ബാക്കി ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോലിക്കും അത് നമ്മളെ ആ ഒരു ഫ്രീ മൈൻഡ് നമ്മളെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അടുത്ത ടൈപ്പ് ഒരു പ്രൊക്കാസിനേഷനാണ് ഈ പെർഫെക്ഷനിസം. അവർ പെർഫെക്റ്റായിട്ട് എല്ലാം ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, പെർഫെക്ഷന് വേണ്ടി അവർ കാത്തിരുന്ന് ജീവിതം ഫുൾ അവർ കാത്തിരിക്കും. ചിലരൊക്കെ യൂട്യൂബ് തുടങ്ങണമെന്ന് വലിയ താല്പര്യമുണ്ട്, അവർക്ക് നല്ല ഐഡിയാസും ഉണ്ട്. പക്ഷേ അവർക്ക് ഒരു അസിസ്റ്റൻറ്റ് വേണം, അവരുടെ ക്യാമറ നല്ലതായിരിക്കണം, അവരുടെ മുറി സെറ്റായിരിക്കണം, അവരുടെ സൗണ്ട് സിസ്റ്റം സെറ്റായിരിക്കണം. ഇതെല്ലാം ആകാതെ അവർ കണ്ടൻറ്റും ഹൈലി വാല്യൂ ഉള്ളതായിരിക്കണം. ഇതെല്ലാം ആകാതെ അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങത്തില്ല. സോ ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ ഒട്ടും നടക്കാത്ത കുറേ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ പ്രിപ്പറേഷന് വേണ്ടിയിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക, പ്രോഗ്രസ്സിനനുസരിച്ച് നമ്മളുടെ എൻവയോൺമെൻറ്റും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് വേണ്ടത്. ചിലർക്കെങ്കിലും ഇതിലേതെങ്കിലും ടൈപ്പിലുള്ള പ്രൊക്കാസ്റ്റിനേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ടിപ്സൊക്കെ അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ലൈഫിനെ സക്സസ്ഫുള്ളാക്കി അടിപൊളിയാക്കണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബി ദ ലൈറ്റ്.